അടിപൊളി സാധനമാണോ. പല രീതിയിലുള്ള കാച്ചിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ വയലറ്റ് കളറുള്ള കാച്ചിൽ എത്ര പേര് കണ്ടിട്ടുണ്ട്? എല്ലാം കൂടി ഒരു 10 കിലോയിൽ കൂടുതലുണ്ട്. ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കാൻ വലിയ സുഖമില്ല, ജീവൻ പോണം. ഇന്ന് നമുക്ക് ഉണ്ടാക്കിയിട്ട് കാണാം. ഇത് കണ്ടോ? ഇത് ഭംഗിയല്ലേ കാണാന്? ഇതിന്റെ വെള്ളം, പുഴുങ്ങിയ വെള്ളം നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അതിന്റെ കൂടെ ഒരു ചമ്മന്തി ഉണ്ടായിരിക്കും. ചെറിയ ഉള്ളിയും കാന്താരിയും എല്ലാം കൂടെ ചതച്ച് ചമ്മന്തി കണ്ടല്ലോ. ചെറിയ ഉള്ളിയും കാന്താരിയും ഉപ്പും കൂടെ ഇടിച്ചിട്ട് വേണ്ട ഇങ്ങനെ ഒന്ന് വെതറും. എന്നിട്ട് നമ്മുടെ കാന്താരി ചെറിയ ഉള്ളി ചമ്മന്തി എടുത്ത് ഇങ്ങ് മുകളിൽ വെക്കും. എന്നിട്ട് ഇവനെ ഇങ്ങനെ എടുത്ത് എൻ്റെ വായിൽ വെള്ളം വന്നിട്ട് കാന്താരിയുടെയും പച്ചത്തേങ്ങയുടെയും പച്ച വെളിച്ചെണ്ണയുടെയും എല്ലാം കൂടെ മണമായപ്പോഴേ, രുചിയും കൂടെ ആയപ്പോൾ അടിപൊളി സാധനമാണോ. അപ്പളേ വലിയൊരു മൂട് കാച്ചിലാണ്. നമ്മുടെ തറവാട്ടിൽ വന്നതാണ്. അനിയത്തിയുടെ അമ്മായിമ്മ അമ്മച്ചി കൊടുത്തു വിട്ടത് 1 വർഷം മുമ്പ് നട്ടതാണ്. ഇനി ഇതിന്റെ പകുതിയോളം അവിടെ ഉണ്ട്. എനിക്ക് ചുവന്നുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. പല രീതിയിലുള്ള കാച്ചിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ വയലറ്റ് കളറുള്ള കാച്ചിൽ എത്ര പേര് കണ്ടിട്ടുണ്ട്? എല്ലാം കൂടി ഒരു 10 കിലോയിൽ കൂടുതലുണ്ട്. ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കാൻ വലിയ സുഖമില്ല, ജീവൻ പോണം. ഇന്ന് നമുക്ക് ഉണ്ടാക്കിയിട്ട് കാണാം. നമ്മുടെ പരിപാടി എന്ന് പറയട്ടെ, ഏകദേശം ഒരു 8-9 കിലോ തൂക്കമുള്ള കാച്ചിലാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത്. ഒരു ചെറിയ കിഴങ്ങിൽ നിന്ന് ഇത്രയും കിട്ടിയതെന്ന് ഓർക്കുമ്പോഴേ എന്നാ സന്തോഷാണ് അല്ലേ? ഇത് കണ്ടോ? ഇത് ഭംഗിയല്ലേ കാണാന്? നമുക്കിത് മുറിക്കാം കേട്ടോ. ഒരു ഏകദേശം ഒരു ഇഞ്ച് കനം മതി. അപ്പം എന്നാങ്കിലും 1 വർഷം കൊണ്ട് ചെറിയ കിഴങ്ങ് ഈ വലുപ്പത്തിലായി അല്ലേ? അപ്പം ഇത് നമുക്ക് അങ്ങനെ അങ്ങ് പുഴുങ്ങിയേക്കാം. സാധാരണ ഇങ്ങനെയുള്ള ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് പുഴുങ്ങാറ്? ജാതിക്ക് കേടായല്ലോ. സംഭവം ഒരുപാടുണ്ടെങ്കിൽ ഒരെണ്ണം പോലും കേടായി പോകുമ്പോഴേ നമുക്കൊരു വിഷമമാണ്. ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. ഒരു കലത്തിലോട്ടേ നമ്മുടെ വാഴക്കൈയുടെ തണ്ടങ്ങ് മുറിച്ചിട്ടിട്ട് അതിന് മുകളിലോട്ട് നമ്മുടെ കാച്ചിലങ്ങ് അടുക്കി വെക്കും. ആവി ഒട്ടും പുറത്തു പോകാത്ത രീതിയിൽ അങ്ങ് അടച്ചോണേ. പെട്ടെന്ന് വെന്തും കിട്ടും, രുചിയും അന്യായമാണ് കേട്ടോ. ഇന്നത്തെ തലമുറയിലെ ചുണക്കുട്ടികൾക്ക് ഇത് അറിയോന്നറിയില്ല. എന്നെ പറയാനാ, നടപടിയില്ലേ നിങ്ങളങ്ങ് അപ്പച്ചമ്പിൽ വെച്ച് പുഴുങ്ങിക്കോ കേട്ടോ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലേ ചേനയും ചേമ്പും കാച്ചിലും മധുരക്കിഴങ്ങും ഒക്കെ ധാരാളം വേവിച്ച് വൈകുന്നേരം തരും. അതാണ് ഈ തടിയുടെയൊക്കെ ഒരു രഹസ്യം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു കിടിലൻ ചമ്മന്തി ഉണ്ടാവും. നല്ല ചെറിയ ഉള്ളിയും കാന്താരിയും കല്ലുപ്പും ഇട്ട് അങ്ങ് ചതച്ച് അല്ല വെന്ത വെളിച്ചെണ്ണ ഇട്ട് അങ്ങ് തിരുമ്മി അങ്ങ് പിടിപ്പിച്ച് എന്താ അല്ലേ. ഇവിടെ ഒരു ചെറിയ അഭ്യാസം കൊണ്ട് കാണിച്ചിട്ടുണ്ട്. അതൊരു പുതിയ പരീക്ഷണമാണേ. നല്ലൊരു പച്ചത്തേങ്ങ എടുത്ത് ചിരണ്ടി കാന്താരിയും കല്ലുപ്പും കൂടെ ഇട്ട് ചതച്ച് അതും കൂടി അങ്ങ് കൂട്ടത്തിൽ അങ്ങ് കൂട്ടിയേക്കാം.
എൻ്റെ വെള്ളം, പുഴുങ്ങിയ വെള്ളം നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഓ, ഒരു രക്ഷയില്ലാത്ത മണമാണ് കേട്ടോ. ഞാൻ നല്ല വെന്ത കഷ്ണങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ കേട്ടോ. എനിക്കതാണ് ഇഷ്ടം. വേണ്ട, ഇങ്ങനെ ഒന്ന് വെതറും. ചമ്മന്തി കണ്ടല്ലോ, ചെറിയ ഉള്ളിയും കാന്താരിയും ഉപ്പും കൂടി ഇടിച്ചിട്ട് നല്ല ഒന്നാന്തരം വെന്ത വെളിച്ചെണ്ണ അങ്ങോട്ട്. ഇനിയിപ്പോൾ വെന്ത വെളിച്ചെണ്ണ ഇല്ലാത്തവർക്ക് നല്ല ആട്ടിയ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. ഇനിതാ ഇതെടുത്തിട്ട് ഈ സൈഡിലോട്ട് അങ്ങ് വെക്കും. എന്നിട്ട് ഇവനെ ഇങ്ങ് കുഴയ്ക്കും. കാന്താരിയൊക്കെ ഇതിൻ്റെ മുകളിൽ ഇരുന്നോട്ടെ കേട്ടോ. എന്നിട്ട് നമ്മുടെ കാന്താരി ചെറിയ ഉള്ളി ചമ്മന്തി എടുത്ത് ഇങ്ങ് മുകളിൽ വെക്കും. അയ്യോ, എന്തോരം കാന്താരിയാ. എന്നിട്ട് ഇവനെ ഇങ്ങ് എടുത്ത്, അയ്യോ എൻ്റെ വായിൽ വെള്ളം വന്നിട്ട് വയ്യ. സാധാരണ കാച്ചിൽ, ചേന, ചേമ്പ് ഒക്കെ നമ്മൾ പുഴുങ്ങാറുണ്ട് അല്ലേ? പക്ഷേ ആദ്യമായിട്ടാണ് അതിൻ്റെ മുകളിൽ ഈ തേങ്ങയുടെ സൂത്രം നമ്മൾ വെതറുന്നത്. ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് അല്ലേ? എൻ്റെ പല റെസിപ്പീസും എൻ്റെ ചങ്ക് കൂട്ടുകാരിയുടെ വകയാണ്. ഇതും അങ്ങയുടെ സംഭാവനയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഹൈലൈറ്റ്. ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട, നമ്മളങ്ങ് തിന്നേക്കുമല്ലേ. നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ? ഉണ്ടെങ്കിലേ ഒരു 2 സെൻറ്റ് സ്ഥലമാണെങ്കിലും അതിൻ്റെ അകത്തൊരു കാച്ചിലും ചേമ്പും ചേനയൊക്കെ നടാം. പന്നി വന്ന് കുത്തത്തില്ലല്ലോ ടൗണിൽ. ഞങ്ങൾക്കല്ലേ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. അന്നമ്മ ഇതന്നെ ചോറ് തിന്നുന്ന പോലെ തിന്നുന്നതെന്ന് വിചാരിക്കരുത്. ഇന്ന് ഷൂട്ടുകൾ പ്രമാണിച്ച് ഇന്നലെ തൊട്ട് പട്ടിണിയാണ്. അതുകൊണ്ട് നല്ല വിശപ്പും കാന്താരിയുടെയും പച്ചത്തേങ്ങയുടെയും പച്ച വെളിച്ചെണ്ണയുടെയും എല്ലാം കൂടെ മണമായപ്പോഴേ, രുചിയും കൂടെ ആയപ്പോൾ